ഹായ് കൂട്ടുകാരെ, അക്വാ ഫിഷ് ഹോബീസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്വേറിയം റീസ്റ്റോറേഷൻ വീഡിയോയിൽ പാർട്ട് 6 വീഡിയോ ആണ് ഇന്ന്. അക്വേറിയം സ്റ്റാൻഡിൻ്റെ പണി ഫുൾ പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് ടാങ്ക് കയറ്റുകയാണ്. അപ്പോൾ ടാങ്ക് വയ്ക്കുന്നതിന് എന്തൊക്കെ സാധനങ്ങൾ ഇട്ടാണ് നമ്മൾ ടാങ്ക് കയറ്റുന്നതെന്ന് ഉള്ള വീഡിയോ ആണ്. സ്വിച്ച് ബോർഡ് നമ്മൾ കഴുകിയെടുക്കുകയാണ്. പഴയ സ്വിച്ച് ബോർഡാണ്, കഴുകിയെടുത്താൽ മതിയാവും, നല്ല വൃത്തി ഉണക്കിയെടുത്താൽ മതിയാവും. സ്റ്റാൻഡിൽ ഹാൻഡിലൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ഫിറ്റ് ചെയ്തത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല, എല്ലാം കാണിക്കണ്ട എന്ന് കരുതിയാണ്. അക്വേറിയം സ്റ്റാൻഡ് ഇതുപോലെ പാനൽ ചെയ്തെടുത്താൽ വീടിനകത്ത് വയ്ക്കുന്നവർക്ക് നല്ല ഭംഗിയായി വയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാൻഡിലിടുന്ന ലെയർ ഇതാണ്. ഈ സ്പോഞ്ച് പോലുള്ള സാധനങ്ങൾക്ക് പാക്ക് ചെയ്ത് വരുന്ന ഈ സ്പോഞ്ച് പോലത്തതാണ്. പിന്നെ നമ്മൾ ഈ സ്റ്റാൻഡിൽ കണ്ടോ കുറച്ച് ടാഗുകൾ തൂക്കിയിട്ടിട്ടുണ്ട്. കാരണം ഇത് പിന്നെ നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. എയറേഷൻ്റെ ട്യൂബും ലൈറ്റും ഒക്കെ ഫിറ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. ഇങ്ങനെ ടാഗ് ഡമ്മി ആയിട്ട് ഇട്ടേക്കുണ്ട്, കണ്ടോ. അടുത്ത ലെയറിൽ നമ്മൾ ഇടുന്നത് ഒരു ഇതാണ്, GA ഷീറ്റാണ്. പെയിൻ്റ് അടിച്ച GA ഷീറ്റ് പെയിൻ്റ് അടിച്ച് അതാണ് അടുത്ത ലെയറിൽ നമ്മൾ വയ്ക്കുന്നത്. ടാങ്കിനൊരു ബലത്തിന് വേണ്ടിയാണ്. അപ്പോൾ GA ഷീറ്റ്, അത് കഴിഞ്ഞിട്ട് ഈ അടിയിലിട്ട റോസ് കളറിലെ സ്പോഞ്ച് പോലെ തന്നെ അതിൻ്റെ കട്ടിയുള്ള ഒരു കറുത്ത ഷീറ്റ് ഉപയോഗിക്കുന്നു. റെക്സിൻ കടയിലൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അതിട്ടതിന് ശേഷം സൺപേക്ക് ഉപയോഗിക്കുന്നുണ്ട്. നീല കളറിൽ സൺപേക്ക് 100 രൂപ വില വരും ഒരു ഷീറ്റ്. നമ്മളിവിടെ തെർമോക്കോള് ഉപയോഗിക്കുന്നില്ല. തെർമോക്കോള് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും കെമിക്കൽ പോലെയുള്ള എന്തെങ്കിലും വീണ് പെട്ടെന്ന് അലിഞ്ഞു പോകും. അതുകൊണ്ട് തെർമോക്കോൾ ഒഴിവാക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഗ്ലാസ് കയറ്റിയിരിക്കുകയാണ്. ഗ്ലാസ് കയറ്റുന്ന വീഡിയോ എടുക്കാൻ വരാമെന്ന് പറഞ്ഞവനെ കാണാനില്ല. അതുകൊണ്ട് ഗ്ലാസ് കയറ്റിയിട്ടാണ് വീഡിയോ എടുത്തത്. നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഗ്ലാസും കയറ്റി. അടിഭാഗം വർക്ക് ഇപ്പോൾ ചെയ്യുന്നില്ല. താഴ്ഭാഗത്തെ ഗ്ലാസ് ഇനി ഉണ്ടാക്കിയാലേ ഉള്ളൂ. നമ്മുടെ സ്വിച്ച് ബോർഡ് കഴുകിയെടുത്ത് ഉണക്കി അതിൻ്റെ വയറിംഗ് ഒക്കെ വേറെ, മെയിൻ വേറെ വയറിങ് സ്ലീവൊക്കെ ഇട്ടെടുക്കാൻ പോവുകയാണ്. സ്വിച്ച് ബോർഡ് കണക്ട് ചെയ്താൽ എയറേഷനൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിവിടെ നിർത്തുകയാണ്. അടുത്ത പാർട്ട് അടുത്ത വീഡിയോയുമായി വരുന്നതാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. ഇതിൻ്റെ തുടർ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.